Dear students, once again welcome back to my class. So today we are starting with the topic nomenclature. You may be knowing that what is meant by nomenclature. Nomenclature is nothing but we can literally call it as call by name. And it comes from two Greek words, Latinized words, that is nomen and claire. Nomen means name and claire means to call. So if we want to identify a species, we can call it by name. That is called nomenclature. നമുക്കൊരു ഓർഗാനിസത്തിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു പേര് കൊടുക്കണം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഓർഗാനിസം ആണെന്ന്, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത്. It literally means called by name. പേരിട്ട് വിളിക്കാം. Okay. Then we can define this nomenclature as scientifically as the scientific system of assigning distinctive names to the groups that are recognized in classification. നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യും, അല്ലേ? പല ക്യാരക്ടേഴ്സ് വെച്ചിട്ട് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അനാട്ടമിക്കലി സിമിലർ ആയിട്ടുള്ള ക്ലാസ് ഉള്ള ഓർഗാനിസംസിനൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ വെക്കും. അങ്ങനെ ആ ഗ്രൂപ്പിൽ വെച്ച ശേഷം ആ ഒരു ഗ്രൂപ്പിന് നമ്മളൊരു പേര് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ വരുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാക്സ എടുക്കുക. ഇപ്പോൾ പ്ലാന്റ് ടാക്സയിൽ ഏതെങ്കിലും ഒരു അസ്ട്രേസിയ എന്നുള്ളൊരു ഫാമിലി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അസ്ട്രേസിയയിൽ വരുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, പ്ലാന്റ് മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ പ്ലാന്റ് മെമ്പേഴ്സിനെ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇത് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫാമിലിയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഹൊമിനിഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി കേട്ടിട്ടുണ്ടാവും. ഈ മനുഷ്യരും അതുപോലെ മങ്കീസും ഇവരൊക്കെ വരുന്ന ഒരു പ്രൈമേറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഹൊമിനിഡേ എന്ന് പറയുന്നത്. പ്രൈമേറ്റ്സ് എന്ന് പറയാറുണ്ട് നമ്മൾ. പ്രൈമേറ്റ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരിക? ഈ പറയുന്ന മറ്റേ ഹ്യൂമൻ ബീങ്സ്, അതുപോലെ മങ്കീസ്, ദെൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഗൊറില്ല, ചിമ്പാൻസി അതുപോലുള്ള ഓർഗാനിസംസ്, അതുപോലുള്ള സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ കാർണിവോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ഈ പറയുന്ന ലയൺ, അതുപോലെ ടൈഗർ, ചീറ്റ, അത് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു നോമെൻക്ലേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് നെയിം കൊടുക്കുകയാണ് ഒരു ഗ്രൂപ്പിന്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിന് നമ്മളൊരു പെർട്ടിക്കുലർ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നോമെൻക്ലേച്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി. സയന്റിഫിക്കലി നമ്മൾ വി ആർ അസൈനിങ് ഡിസ്റ്റിങ്ക്റ്റീവ് നെയിംസ് ടു എ ഗ്രൂപ്പ് ദാറ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് ഇൻ എ ക്ലാസിഫിക്കേഷൻ. ദെൻ വാട്ട് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് നോമെൻക്ലേച്ചർ? എന്തിനാണ് നമ്മൾ ഈ നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത് കൊടുക്കുന്നത്? ദാറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് because it generally provides a universally acceptable name for each species. നമുക്ക് ആ ഒരു യൂണിവേഴ്സലി നമുക്ക് ഇതിപ്പം ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു നെയിം, ഒരു പെർട്ടിക്കുലർ നെയിം കൊടുക്കുകയാണെച്ചെങ്കിൽ ആ നെയിം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകൾക്കും അതിൻ്റെ സയൻറ്റിഫിക് നെയിം വെച്ചിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഫി അറാബിക്ക, കോഫി പ്ലാന്റ് അല്ലെങ്കിൽ കോഫി അറാബിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു നെയിമാണ് കോഫി എന്ന് പറയുന്ന ഈ ഫ്രൂട്ടിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സയൻറ്റിഫിക് നെയിം കോഫി അറാബിക്ക. അതുപോലെ മാംഗിഫെറ ഇൻഡിക്ക, മാംഗോ നമ്മൾ കൊടുത്തില്ല. മാംഗിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും എന്താണ് ദിസ് ഇസ് മാംഗോ. ദെൻ ഹിബിസ്കസ് റോസസൈനൻസിസ് എന്താണ്? ദാറ്റ് ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് ഷൂ ഫ്ലവർ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ സയൻറ്റിഫിക് നെയിമാണ്, അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫെലിസ് ഡൊമസ്റ്റിക്ക, കാറ്റ്. അപ്പം അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ നെയിം കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ നെയിമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ
കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ we can avoid the confusions, problems and difficulties which is caused by the vernacular locally. ഇപ്പം ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് തന്നെ പല ഈ ലോകത്തിന്റെ പല അല്ലെങ്കിൽ പല കൺട്രീസിലെ പല നെയിമുകളിലായിരിക്കും അറിയുണ്ടാവുക. ഇപ്പോൾ കാറ്റിനെ നമ്മളിവിടെ എന്താണ് നമ്മൾ പൂച്ച എന്ന് പറയുമ്പോൾ അത് വേറൊരു കൺട്രിയിൽ അതിന് വേറെ നെയിമായിരിക്കും. ലോക്കൽ നെയിംസ് വെർണാക്കുലർ നെയിംസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇത് എന്താണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന് നേരെ മറിച്ച് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ അസൈൻ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അതാണെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് കാറ്റ്, ഡൊമസ്റ്റിക് കാറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസിനെയും പ്രോബ്ലംസിനെയും ഡിഫിക്കൽട്ടീസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ പ്രൊവൈഡിങ് എ universally acceptable name for every species. That is importance of nomenclature. Okay. Then this nomenclature generally follows certain rules, criteria and principles or that of higher tax and would be the same all over the world. നമ്മൾ ഈ നെയിം കൊടുക്കുന്ന സമയത്ത് we have to follow some rules and criteria and principle. അത് ഇന്റർനാഷണൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമെൻക്ലേച്ചർ ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണ്. വി ഹാവ് ടു ആൻഡ് ദിസ് ICZN generally provides certain rules and criteria and principle and we have to follow these rules and criteria as well as principle for providing the scientific name. നമ്മൾ സയന്റിഫിക് നെയിം ഇപ്പോൾ കൊടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു സയന്റിഫിക് നെയിം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ICZN പറയുന്ന ഒരുപാട് റൂൾസും ക്രൈറ്റീരിയാസും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സയന്റിഫിക് നെയിം ഒരു ഓർഗാനിസത്തിന് കൊടുക്കാൻ കഴിയുള്ളൂ. Okay, and this is generally published in the 10th edition of Systemae Naturae by Linnaeus in 1758 and this is considered as the birth of modern system of biological nomenclature. അപ്പം ഇത്തരത്തിലുള്ള റൂൾസും ക്രൈറ്റീരിയയും പ്രിൻസിപ്പിൾസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് നമ്മുടെ കാൾ ലിനേയസ് അറിയില്ലേ, ഫാദർ ഓഫ് ക്ലാസിഫിക്കേഷൻ, അയാളാണ്, അല്ലെങ്കിൽ ഹിസ് ദ ഫാദർ ഓഫ് ബയോളജിക്കൽ നോമെൻക്ലേച്ചർ. അയാൾ സിസ്റ്റമേ നേച്ചറ എന്ന് പറയുന്ന അയാളുടെ 10th എഡിഷൻ ബുക്കിൽ ഈ പറയുന്ന ഒരുപാട് റൂൾസും ക്രൈറ്റീരിയയും പ്രിൻസിപ്പിൾസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓർഗാനിസത്തിന് നമ്മൾ പുതിയൊരു പേര് കൊടുക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ഈ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം എന്ത് കൊടുക്കാൻ, നമ്മളൊരു നെയിം അസൈൻ ചെയ്യാൻ. So thus the publication of this particular book by Linnaeus generally considered as a birth of the modern system of biological nomenclature. Biological nomenclature എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് വന്നത് ഈ ബുക്കിന്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. Okay, and Linnaeus proposed a system of this Latin binomials for naming, ordering and ranking organism and group of organisms. അപ്പം ഈ ലിനേസ് എന്ന് പറയുന്നത് ലാറ്റിൻ ബൈനോമിയൽസ് വെച്ചല്ല, അതായത് ഒരു സയന്റിഫിക് നെയിമിൽ നമുക്കറിയാം ഇപ്പോൾ കോഫി അറാബിക്ക എന്ന 2 പാർട്ടുണ്ട്. ഈ 2 പാർട്ടിനെ നമ്മൾ ബൈനോമിയൽ എന്നാണ് പറയുന്നത്. ഒരു ഓർഗാനിസിന് ഒരു പേര് കൊടുക്കുമ്പോൾ അതിന് 2 പാർട്ടാക്കിയിട്ടാണ് അത് നെയിം ചെയ്യുന്നതെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് ബൈനോമിയൽസ്. Okay, this binomials is generally providing for ordering, ranking the organism as well as group of ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസിനെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് we need to provide this binomials. Okay, and this binomial should be Latin. ഈ കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് അത് ലാറ്റിനിലായിരിക്കണം. Okay, then how the nomenclature has been classified. Generally, there are 4 systems of biological nomenclature. They are uninomial nomenclature, binomial nomenclature, trinomial nomenclature, and polynomial nomenclature. So let's move to the detail of each one. The first one is called a uninomial nomenclature. As the name indicates, this is a system of giving one-word names for designating a particular taxa that are above the rank of a species. യൂണിനോമിയൽ നോമിനേഷൻ എന്ന് പറഞ്ഞെങ്കിൽ വി ആർ പ്രൊവൈഡിങ് ഒരു ഒറ്റ വേർഡ് മാത്രം കൊടുത്തിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ അസൈൻ ചെയ്യുന്ന, ഒരു പേര് കൊടുത്ത് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിനോമിയൽ നോമിനേഷൻ എന്ന് പറയുന്നത്. For example, in zoological nomenclature, there are certain names are generally providing for family, superfamily, subfamily, tribe, etc. by for each taxa. അല്ലെ, നമ്മളൊരു സുവോളജിക്കൽ നോമിനേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സൂപ്പർ ഫാമിലി, ഫാമിലി, സബ് ഫാമിലി, ട്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ സൂപ്പർ ഫാമിലിയിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓയിഡിയ. സൂപ്പർ ഫാമിലി വിൽ ബി എൻഡ് വിത്ത് ഓയിഡിയ, ഫാമിലി വിൽ ബി എൻഡ് വിത്ത് ഇഡേ, and subfamily will be end with the ine, and tribe will be end with the ini.
സോ ഈ ഒരു ടേംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഏത് കാറ്റഗറിയിലാണ് ഏത് ടാക്സിലാണ് കിടക്കുന്നത് മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ OIDEA എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ ഫാമിലി. ആൻഡ് ഇഫ് ഇറ്റ് എൻഡ്സ് ഇൻ ഐഡിയ ഇറ്റ് ഇസ് ഫാമിലി അല്ലെങ്കിൽ ഇഡേ. Then if it ends in subfamily it is INI, and if it ends in tribe it is will be INI. Okay, so for example lemur എന്ന് പറയുന്നത് നമ്മൾ ഈ മങ്കിയിൽ വരുന്ന ഒരു ഓർഗാൻസ് ആണ്. മങ്കീസിന്റെ ഗ്രൂപ്പ്സ് വരുന്ന കാട്ടുകുരങ്ങ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ organism another. So this lemur is the genus. Okay, and this is coming under the superfamily Lemuroideae, and this is coming under the family Lemuridae, and this is coming under the subfamily Lemurinae. So if we can differentiate this distinct taxa by means of the ending of this term. If it ends in OIDEA, we can say that this is a superfamily. If it ends in IDEA, we can say that this is a family. If it ends in INA, we can say that this is a subfamily. Okay, so in this manner, we are providing only one name for, or giving one word names for designating a particular taxa. Then called the binomial nomenclature. Binomial nomenclature is nothing but this is actually the standard system of naming a species. We are providing by providing two-part names. We are providing two-part names. In the uninomenclature, we are providing only one name. Okay, one word name. Here we are providing two different names. The first part is known as genus name, and the second part is known as species name. So the genus name is always start with a capital letter, and the species name will be start with a small letter. And all the names which is generally designated in binomial nomenclature should be in Greek or Latinized. For example, Mangifera indica. This is mango. So this Mangifera is the genus name, and indica is the species name. And this Mangifera, as the genus name, it starts with a capital letter M, and indica being the species specific part, it will start with the I, small letter I. Then Coffea arabica. Then coffee is the genus name, and Coffea is the genus name, and arabicum is the species name. So like that. Actually, in binomial nomenclature, the species name is often followed by the name of the author who validly published the name. ബൈനോമിയൽ നോമിനേച്ചറിൽ നമ്മൾ ഈ രണ്ട് നെയിമും കൊടുത്തെന്ന് വെച്ചെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇത് ആരാണോ കണ്ടുപിടിച്ചത് ആ ഓതറിന്റെ പേരും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡെസിഗ്നേറ്റ് ചെയ്യാം. Author's name would be the abbreviated form when it is not very short. For example, Annona squamosa, Annona plant, Annona fruta, and it can be represented as Annona squamosa Linn. Linn means it is a name of the author, that is Carolus Linnaeus. Linnaeus who invented or who generally provided the scientific name for this particular species as Annona squamosa. So the name is Annona squamosa Linn. Okay. Then trinomial nomenclature. This is, as the name indicates, this is a system of naming infraspecific taxa such as subspecies by giving three names. In the case of binomial nomenclature, we generally provide a species, genus name and a species name. And trinomial nomenclature, we are providing again one more name, that is species il varunadine veendum nammal divide cheyidittu subspecies name koodi nammal trinomial nomenclature il kodukkunnundu. Okay, so the first part is generic name, second part is species name, and third part is infraspecific name or subspecies name. And actually this is an extension of the binomial system. For example, Columbia livia domestica. This is a scientific name of pigeon. പ്രാവിന്റെ scientific name നമ്മൾ ട്രൈനോമിയലിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? Columbia is a genus, livia is a species, and domestica is the subspecies level. Then Homo sapiens neanderthalensis. That is also the Homo sapien fossil is taken from the African, that is Neanderthal. Okay, then Homo sapien erectus are then then Australopithecus, for example, just like that. Then in zoological classification, the subspecies is not getting usually subdivided further. Trinomial nomenclature, zoological nomenclature കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസിനെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ ട്രൈനോമിയൽ നോമിനേച്ചർ വെച്ചിട്ടാണ് പൊതുവെ സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അഗെയിൻ ദ സബ്സ്പീഷീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വെറൈറ്റീസ്, സബ് വെറൈറ്റീസ് ആൻഡ് സോ ഓൺ. വീണ്ടും ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. So this is the trinomial nomenclature. Then polynomial nomenclature. This is a system of classifying organism by providing many more names, that is more than 3 names. That is called a polynomial nomenclature. And actually this is very difficult for remembering, and hence it is always abandoned and binomial system generally followed.
ഓക്കെ, ഇതിൽ മൂന്നാമത്തെ നെയിമാണ് നമ്മൾ